ചാനൽ തുടങ്ങിയിട്ട് ഒരു 1.5 മാസം പിന്നിടുമ്പോൾ നമ്മളിതാ ഒരു 118 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഒരു 100K സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പോലെയാണല്ലോ വന്നിരുന്ന് പറയുന്നതെന്ന്. അങ്ങനെ വന്നിരുന്ന് പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് നിങ്ങളും ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ 100 കഴിഞ്ഞിട്ടാണല്ലോ 1000ലേക്കും 10000ലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ഇൻറ്ററാക്റ്റീവ് സെക്ഷൻ പോലെ ഒരു Q&A ആയിട്ട് തന്നെ തുടങ്ങാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ NGL ലിങ്കും ഇട്ടിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എനിക്ക് കൂടുതലൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇൻസ്റ്റഗ്രാമിൽ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിതാ എഴുതിയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് ആൻസർ പറയാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് പേരായിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് പേരെന്താ, വീട് എവിടെയാണ്, പഠിക്കുകയാണോ, ജോലി ചെയ്യുന്നുണ്ടോ, അങ്ങനെ കുറച്ച് പേര് ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കാര്യങ്ങളൊക്കെ ഒറ്റ ഒരു ഉത്തരമായിട്ട് പറയാമെന്ന്. അപ്പോൾ എൻ്റെ പേര് നവ്യ. എൻ്റെ വീട് വരുന്നത് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ പഠിക്കുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, ഞാൻ ഇപ്പോൾ പഠിക്കുന്നൊന്നുമില്ല. ഞാൻ MBA കഴിഞ്ഞതാണ്. പിന്നെ ജോലി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. ജോലിയും ഇപ്പോൾ ചെയ്യുന്നില്ല. ഞാൻ MBA കഴിഞ്ഞ സമയത്ത് ഞാൻ കോഴിക്കോട് ICICI ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ. പിന്നെ അവിടുന്ന് തന്നെ സൈബർ പാർക്കിൽ ഒരു IT കമ്പനിയിൽ HR അനലിസ്റ്റ് ആയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു 1.5 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നിട്ട് ഒരു ഫേമിൽ അക്കൗണ്ടൻ്റ് ആയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ. ഇപ്പം അവിടെ നിന്നൊക്കെ റിസൈൻ ചെയ്ത് വീട്ടിലിങ്ങനെ വീഡിയോസൊക്കെ ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഒരു റീലിൻ്റെ കമൻറ്റിലും പിന്നെ യൂട്യൂബിലാണെങ്കിലും ഈ Q&A ഇട്ട സമയത്താണെങ്കിലും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ്. എൻ്റെ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതായത് ഹെയർ കെയർ റുട്ടീൻ പറയാമോ, ഹെയർ ഓയിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്, കണ്ടീഷണർ ഏതാണ്, ഷാമ്പു ഏതാണ്, അങ്ങനെ കുറേ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പാരമ്പര്യമായിട്ട് മുടിയുണ്ട്. പാരമ്പര്യമായിട്ട് അമ്മയ്ക്ക് നല്ല മുടി ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞുനാൾ മുതൽ നല്ല മുടിയുണ്ട്. പിന്നെ ഞാൻ കോഴിക്കോടൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക്. കാരണം അവിടെ ക്ലോറിൻ വാട്ടറിലാണ് നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന മുടീനെക്കാട്ടിലും പകുതി ആയിട്ടുണ്ടായിരുന്നു എൻ്റെ മുടിയുടെ തിക്നെസ് എന്ന് പറയുന്നത്. ലെങ്ത് ഉണ്ടായിരുന്നു, പക്ഷെ തിക്നെസ് നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെയർ കെയർ റുട്ടീൻ ചോദിച്ച ആൾക്കാരോട് പറയാനുള്ളത്, ഞാൻ പ്രോപ്പറായിട്ടൊരു റുട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഹെയർ കെയർ റുട്ടീൻ ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നിലവിൽ ഞാൻ ഒരു റുട്ടീൻ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഡെയിലി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അതൊരു റുട്ടീനായിട്ട് ഫോളോ ചെയ്ത് വന്നിട്ടില്ല, സെറ്റായിട്ടില്ല. അപ്പം ആ ഒരു ഹെയർ കെയർ റുട്ടീൻ ഒന്ന് സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഹെയർ ഓയിൽ ഞാൻ കമൻറ്റിൽ തന്നെ കുറേ പേർക്ക് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ കാച്ചി എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 1-2 ഹെയർ ഓയിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. നല്ല ഹെയർ ഓയിൽ ആണെങ്കിൽ ഞാനത് സജസ്റ്റ് ചെയ്യാം. ഷാമ്പൂവിൻ്റെയും കണ്ടീഷണറിൻ്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഞാൻ ഒരു ഷാമ്പൂവിലും കണ്ടീഷണറിലും ഞാൻ അങ്ങനെ ഒരു ബ്രാൻഡിലും ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടില്ല ഇതുവരെ. കാരണം എനിക്കങ്ങനെ സെറ്റായിട്ടുള്ളൊരു സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഓരോ ബോട്ടിൽ തീരുന്നതിനനുസരിച്ചിട്ട് വേറെ ബ്രാൻഡിൻ്റെ ഷാമ്പു ആണെങ്കിലും കണ്ടീഷണർ ആണെങ്കിലും വാങ്ങി യൂസ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്രാൻഡും ഇന്ന് വരെ യൂസ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഞാനത് അതിലേക്ക് എത്തുവാണെങ്കിൽ ഞാനതും കൂടി പറയാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, യുവർ ഫേവറേറ്റ് സ്പോട്ട്. പണ്ടൊക്കെ നമ്മളിങ്ങനെ ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്, പോകാൻ ആഗ്രഹമുള്ള സ്ഥലം ഏതാണെന്നൊക്കെ ചിന്തിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ പറയാറുണ്ടായിരുന്ന സ്ഥലങ്ങൾ പാരീസ്, ഇറ്റലി, ജപ്പാൻ ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ സ്ഥലങ്ങളോടല്ല,
നമുക്കിഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ എവിടെയെങ്കിലുമൊക്കെ പോയി ടൈം സ്പെൻഡ് ചെയ്യാം, ആ സ്ഥലം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യം. ആ ഒരു ഇന്ന സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകണമെന്നോ അല്ല എന്താ പറയുക അങ്ങനെ വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് പോകണം എന്നുള്ളതല്ല. തൊട്ടടുത്താണെങ്കിലും അത് ഇപ്പോൾ ഒരു ബീച്ചിലേക്ക് പോവുകയാണെങ്കിൽ കൂടി നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ പോയി ആ ഒരു ടൈം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത്. പിന്നെ അങ്ങനെയുണ്ട്, ആഗ്രഹമുള്ള സ്ഥലങ്ങളുണ്ട്, പോകണമെന്ന് ആഗ്രഹമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്, അങ്ങനെ ഒരു സ്ഥലമായിട്ട് എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് പേഴ്സണലി കുറേ പേര് നേരിട്ടാണെങ്കിലും മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും പിന്നെ ഈ ഒരു Q&A വന്ന സമയത്താണെങ്കിലും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, വാട്ട് വാസ് ഹാപ്പൻ ടു യുവർ ഓൾഡ് അക്കൗണ്ട്. ആൻഡ് അറിയാത്തവർക്ക് വേണ്ടി പറയാം, എനിക്ക് ഇതിനു മുമ്പ് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ പോയപ്പോഴാണ് ഈ ഒരു പുതിയ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പഴയ അക്കൗണ്ട് ഡിലീറ്റ് ആയിപ്പോയി, അങ്ങനെയാണ് ഈ ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ അതിൻ്റെ കാരണങ്ങളോ അല്ലെങ്കിൽ ചാനലിന് എന്താണ് സംഭവിച്ചത് ആ വക കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ചാനലിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഞാൻ പറയാം. ആക്ച്വലി ആ ചാനലിൻ്റെ ഓണർ ഞാനായിരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് ചാനലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൽ ID വെച്ചിട്ടാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ആ ചാനൽ നമ്മൾ 2 പേര് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചാനലാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ മെയിൽ ID വെച്ചിട്ടാണ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ പിന്നെ അതിൽ വീഡിയോസൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം അതിൽ ഒരു 2 വർഷത്തോളം അതിൽ വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2 വർഷത്തിന് മേലെ വീഡിയോസ് ഒന്നും ചെയ്യാറില്ലായിരുന്നു. കാരണം നമ്മൾ 2 സ്ഥലങ്ങളിലായി, നമുക്ക് ഒരുമിച്ച് വീഡിയോസ് ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല. ആ സമയത്താണ് ഞാൻ കോഴിക്കോടേക്ക് വർക്കൊക്കെ കിട്ടി പോകുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ചെയ്യാതെ ചാനൽ അങ്ങനെ ഡെഡായി കിടക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്ത സമയത്താണെങ്കിൽ ഹോസ്റ്റലിലൊക്കെയാണ് ഫസ്റ്റൊക്കെ നിന്നിരുന്നത്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഹോസ്റ്റലിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്, വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എനിക്കായിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ യൂട്യൂബിനെ കുറിച്ചിട്ട് വീഡിയോസൊക്കെ കാണുമല്ലോ തുടക്കത്തിൽ, യൂട്യൂബിൻ്റെ ടെക്നിക്കൽ സൈഡ്, അങ്ങനെ ഡീപ്പായിട്ടല്ല എന്നാലും വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ നാൾ നമ്മളൊരു ചാനലിൽ വീഡിയോസ് ഒന്നും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചാനൽ ഡൗൺ ആവും. പിന്നീട് അത് വീഡിയോസൊക്കെ ചെയ്ത് ആ ചാനലിനെ ആക്റ്റീവാക്കി എടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു ചാനലിൽ വീഡിയോസ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് പുതിയൊരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാനിതിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഓൾറെഡി ചാനൽ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അതന്നെ എടുത്താൽ പോരെ, പിന്നെ ഇനിയിപ്പോൾ പുതിയത് തുടങ്ങിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഞാനും വിചാരിച്ചു ശരിയായി, കുറച്ചാണെങ്കിൽ ഇതിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, പിന്നെ ഇനി ഞാൻ പുതിയതായിട്ടൊന്ന് തുടങ്ങി സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി വരണമെങ്കിൽ കുറച്ച് മെനക്കേടാണ്, എന്നാൽ പിന്നെ അതന്നെ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ആ ചാനൽ അങ്ങനെ എടുത്തു. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണറിൻ്റെ മെയിൽ ID നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് എൻ്റെ മെയിൽ ID അതിൽ ഓണറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. വൺസ് നമ്മളൊരു അക്കൗണ്ട് ഒരു മെയിൽ ID വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ മെയിൽ ID വെച്ചിട്ട് എനിക്ക് മാനേജീരിയൽ ആക്സസ് തരിക എന്നുള്ളതാണ്. അങ്ങനെ മാനേജീരിയൽ ആക്സസ് ആയിട്ട് എനിക്ക് തന്നു. പിന്നീട് ഞാനതിൽ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങി. ചാനൽ ഒന്ന് ആക്റ്റീവായിട്ട് വന്ന് തുടങ്ങി. പിന്നെ റീസെൻ്റായിട്ട് ആ ചാനലിൻ്റെ ഓണർ ആ ചാനൽ ഡിലീറ്റ് ചെയ്തു, ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. അങ്ങനെയാണ് ആ ചാനൽ പോകുന്നത്. ഓണറിനാണ് കൂടുതലും ഓണറിനാണ് ആക്സസ് ഉള്ളത്. മീൻസ്
മെയിനായിട്ടുള്ള എല്ലാ ആക്സസും ഓണറിനാണ് ഉള്ളത്. മാനേജറിന് ലിമിറ്റഡ് ആക്സസ് മാത്രമേ ഉള്ളൂ. അവക കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്ന പോലും ഉണ്ടായിട്ടില്ല. ഞാനതിൻ്റെ ടെക്നിക്കൽ സൈഡൊന്നും പഠിക്കാനോ നോക്കാനോ ഒന്നും പോകാറില്ല. വീഡിയോസ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ആ ചാനൽ പോകുന്നത്. പിന്നെ ഞാൻ ഈ ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. മെല്ലെ മെല്ലെ വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങുന്നു. അപ്പോൾ വീഡിയോസ് കാണുന്നവർ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എത്ര മന്തായി ഇപ്പോൾ? 6 months. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, ഹോബീസ് എന്തൊക്കെയാണ്? ഹോബീസ് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാനൊരു ഡാൻസറാണ്. പക്ഷെ ഡാൻസ് എൻ്റെ ഒരു ഹോബിയൊന്നുമല്ല. ഡാൻസ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫാണ്. ഡാൻസ് എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്. ഹോബീസ് എന്ന് പറയുകയാണെങ്കിൽ ആർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ എൻ്റെ ഹോബീസാണ്. അതായത് എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്, ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, ബുക്സ് വായിക്കാൻ ഇഷ്ടമാണ്, വായിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഹോബീസിൽ വരുന്നത്. ബിക്കെയിം സ്ട്രേഞ്ചേഴ്സ് ടു സംവൺ. ഓഫ് കോഴ്സ് ഇതെനിക്ക് തോന്നുന്നു അങ്ങനെ എൻ്റെ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളായിരിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ ആൾക്കാരുടെ ലൈഫിലും ഉള്ള ഒരു കാര്യമാണ് ആരെങ്കിലും ആയിട്ട് നമ്മൾ ഒത്തിരി നല്ലൊരു റിലേഷൻ ഉണ്ടായിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് സ്ട്രേഞ്ചറായിട്ട് മാറാന്നുള്ളത്. എല്ലാവരുടെ ലൈഫിലും ഒരാളെങ്കിലും ഉണ്ടാവും അങ്ങനെ. എൻ്റെ ലൈഫിൽ ഒരാളല്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് സ്കൂളിലത്തെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, നാട്ടിലത്തെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ അങ്ങനെ റീസെൻ്റ് ആയിട്ട് പോലും കുറേ ആൾക്കാർ അങ്ങനെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ് ഓൾ ഓഫ് എ സഡൻ എന്താ പറയുക, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സ്ട്രേഞ്ചേഴ്സായി പോകുന്ന ആൾക്കാരില്ലേ. പണ്ടൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്തായിരിക്കും കാരണം, എന്തുകൊണ്ടാണ് മിണ്ടാത്തത് എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പൊ പിന്നെ അങ്ങനെ ഭയങ്കര ഡീപ്പായിട്ട് ചിന്തിക്കാനൊന്നും പോവാറില്ല. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് അവര് കൂടെ ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ നല്ല റിലേഷൻ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആ ടൈം എൻജോയ് ചെയ്തിട്ടുണ്ടോ, ആ ടൈം നമ്മളെ ഹാപ്പി ആയിട്ടുണ്ടോ, ആ വക കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഒരുമിച്ചുള്ള സമയം നല്ല രീതിയിൽ എൻജോയ് ചെയ്യും, ഹാപ്പി ആയിട്ടിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതേ ഇപ്പം ചിന്തിക്കാറുള്ളൂ. പിന്നെ ആ ഫേസ് അങ്ങ് പോയി, അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി, നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി. അത് ചിലപ്പോൾ നമ്മളെ കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടോ ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അവർക്ക് മടുത്തിട്ടുണ്ടാവായിരിക്കും, അവർക്ക് വേറെ ആൾക്കാരെ കിട്ടിയിട്ടുണ്ടാവായിരിക്കും, പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടാവായിരിക്കാം. അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെ പണ്ട് തൊട്ടേ കുറേ പേര് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡാൻസ് വീഡിയോസൊക്കെ കാണാറുണ്ട്, അടിപൊളിയാണ്. എങ്ങനെയാണ് ഡാൻസ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്, ആരെങ്കിലും എടുത്തു തരുന്നതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു, ഡാൻസ് വീഡിയോസ് അടിപൊളിയാണെന്ന് പറഞ്ഞതിൽ. ഡാൻസ് വീഡിയോസ് എടുക്കുന്നത് മിക്കവാറും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എടുക്കാറുള്ളത്. അതായത് അകത്തുനിന്നാണ് മിക്കവാറും ഞാൻ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ മൊബൈൽ ഫോൺ ട്രൈപോഡിൽ സെറ്റ് ചെയ്തിട്ട് TV-യിൽ പാട്ട് വെക്കും, എന്നിട്ട് അങ്ങനെ വീഡിയോസ് എടുക്കുകയാണ് ചെയ്യുക. പിന്നെ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടെയുള്ള ആരാണോ അവർ എടുത്തു തരും. പിന്നെ അങ്ങനെ ഡാൻസ് വീഡിയോസ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പുറത്തു പോയി എടുക്കാറൊന്നുമില്ല മിക്കവാറും. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നല്ല ലൊക്കേഷൻ ആണെങ്കിൽ ഹോട്ടലിൽ നോക്കി എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ആരാണോ കൂടെയുള്ളത് അവർ വീഡിയോ എടുത്തു തരും. അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. വീഡിയോന് അത്യാവശ്യം ലെങ്ത് വന്നിട്ടുണ്ടാവുമായിരിക്കും. സോ പാർട്ട് 2 വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.